Next we are going to discuss about frequency polygon. Frequency polygon എങ്ങനെ വരയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ക്ലാസ് ഇൻ്റർവെൽസ് എടുക്കുന്നത് എക്സ് ആക്സിസിലും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എടുക്കുന്നത് വൈ ആക്സിസിലും അല്ലേ. അപ്പം ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽസ് തന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ മിഡ് പോയിന്റ്സ് ഒക്കെ എന്താ പറയുക, ഈ മിഡ് പോയിന്റ് ആണ് ഈ ഫ്രീക്വൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മിഡ് പോയിന്റ്സ് എല്ലാ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെയും മിഡ് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. അതിനാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞത്. ഇത് കുറച്ചും കൂടി ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഫ്രീക്വൻസി പോളിഗൺ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. അപ്പം ഇതാണ് നമ്മുടെ സീഡ് ഈൽഡ് എന്ന് പറഞ്ഞതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു വേരിയബിൾ എന്ന് പറയും. ഇത് നമ്പർ ഓഫ് പ്ലാന്റ്സ്. അപ്പം ഇത്രയും പ്ലാന്റ്സ് തരുന്ന സീഡ് ഈൽഡ് ഗ്രാംസിൽ കൊടുത്തിരിക്കണം. 4 പ്ലാന്റ് 2.5 to 3.5 സീഡ് ഗ്രാംസിലുള്ള സീഡ് ഈൽഡാണ് തരുന്നത്. അതിൽ 6 പ്ലാന്റ്സ് ദിസ് റേഞ്ച്, ദെൻ 10 പ്ലാന്റ്സ് 4.5 to 5.5 ഗ്രാംസിലുള്ള സീഡ് ഈൽഡ്, അങ്ങനെ അപ് ടു ദിസ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി പോളിഗൺ എങ്ങനെ വരയ്ക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ 2.5 to 3.5 ഈ ക്ലാസ് ഇൻ്റർവെൽസിനെ എപ്പോഴും നമ്മൾ എവിടെ എടുക്കേണ്ടത്, അതിനെപ്പോഴും നമ്മൾ എക്സ് ആക്സിൽ പ്ലോട്ട് ചെയ്യാം. 2.5 3.5 then 3.5 4.5 4.5 to 5.5 then 5.5 to 6. അങ്ങനെ 10.5 വരെ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് നമ്പർ ഓഫ് പ്ലാന്റ്സ് നമ്മൾ എന്തിലെടുക്കുക, വൈ ആക്സിസിൽ എടുക്കുക. എന്നിട്ട് ഈ രണ്ട് പോയിന്റിൻ്റെയും, അതായത് 2.5ഉം 3.5 ആയിരുന്നു നമ്മളെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞിരുന്നത് അല്ലേ, ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക. ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക, യെസ് ഇവിടെയാണ് അതിൻ്റെ മിഡ് പോയിന്റ് വരിക അല്ലേ. ഈ മിഡ് പോയിന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ നമ്പർ ഓഫ് പ്ലാന്റ്സ് എത്രയാണ്, 4 പ്ലാന്റ്സ് ആണുള്ളത്, അത് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 3.5 to 4.5ൻ്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് അതിൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, 3.5 to 4.5 ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞത് ഇവിടെയാണ്. ഈ മിഡ് പോയിന്റ് 6ലേക്ക് പ്ലോട്ട് ചെയ്യാം. ദെൻ 4.5 to 5.5 എന്ന് പറഞ്ഞാൽ ഇതാണ് മിഡ് വാല്യൂ. അതിൻ്റെ നമ്പർ ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ. സോ ദിസ് ഇസ് 10. സോ ഹിയർ വി ആർ റിപ്രസെൻറ്റിങ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഡോട്ട്സ് ഇങ്ങനെ നമുക്ക് ഓരോ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഫ്രീക്വൻസിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടും. എന്നിട്ട് ഈ പോയിന്റ്സ് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Okay, the next is frequency curve. This is also called ogive. Ogive is a cumulative frequency curve, and this is a free-handed graph showing the curvature or curve of a cumulative frequency. നമ്മൾ ഫ്രീക്വൻസി പോളിഗണിൽ നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു അഡ്ജസൻറ്റ് പോയിന്റ്സ് എല്ലാം കൂടി മെർജ് ചെയ്തുകൊണ്ട് വരച്ചത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് ഫ്രീ ഹാൻഡ് കൊണ്ടാണ് ഒരു കർവിനെ വരയ്ക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീക്വൻസി കർവ്. അപ്പം ഫ്രീക്വൻസി പോളിഗണിൽ നമ്മൾ ഈ സ്കെയിൽ വെച്ച് വരയ്ക്കേണ്ട, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലാണ്ട് വെറും കൈ കൊണ്ട് ഫ്രീ ഹാൻഡ് കൊണ്ട് ഒരു കർവ് പോലെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഒജീവ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവ്. ഹിയർ ഓൾസോ ദ ഒജീവ് ഈസ് കൺസിഡർഡ് ബൈ പ്ലോട്ടിംഗ് ദ അപ്പർ ക്ലാസ് ലിമിറ്റ് ഓൺ ദ എക്സ് ആക്സിസ്. ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിലും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് വൈ ആക്സിസിൽ എടുത്തിട്ടാണ് നമ്മൾ ഒജീവ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവ് വരയ്ക്കുന്നത്. And this is generally used when the total frequency at any time is to be displayed. ഒരു ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു ഡാറ്റയുടെ ടോട്ടൽ ഫ്രീക്വൻസിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഫ്രീക്വൻസി കർവ് യൂസ് ചെയ്യുന്നത്. The procedure for drawing a frequency curve is same as that of the frequency polygon, but the joints are generally joined by smooth or freehand curve. ഇത് തന്നെയാണ് ഇതിൻ്റെ ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെ കണ്ടിട്ടുള്ള ഫ്രീക്വൻസി പോളിഗണിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ഡ്രോ ദ ഫ്രീക്വൻസി കർവ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമ്മൾ സീഡ് ഈൽഡ് തന്നു, നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇതുപോലെ ക്വസ്റ്റ്യൻ തന്നു. നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതുപോലെ നമ്പർ ഓഫ് പ്ലാന്റ്സിനെയും ഈ സീഡ് ഈൽഡിനെയും ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഡോട്ട്സ് ഉണ്ടല്ലോ, ഈ ഡോട്ട്സിനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വരച്ച് ഒരു കർവ് പോലെ ആക്കുമ്പോഴാണ് വി വിൽ ഗെറ്റ് ദ ഫ്രീക്വൻസി കർവ്. അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ we will call it as frequency polygon, and if it is joined by free hand we can call it as frequency curve. Okay, so that's all about the frequency polygon and frequency curve.